നമസ്കാരം. റിപ്പോർട്ടർ ചാനലിലെ ഡോക്ടർ അരുൺകുമാറിനെതിരെ വലിയ സൈബർ ആക്രമണം നടക്കുന്നുണ്ട്. സ്വാഭാവികമാണ്. ആ സൈബർ ആക്രമണം ചില പ്രത്യേക താല്പര്യങ്ങളോടെയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കാര്യം അദ്ദേഹം ഉയർത്തുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകളാണ് അതിന് പിന്നിലെന്ന് വളരെ വ്യക്തമായിട്ട് സ്പഷ്ടമായിട്ടും അറിയാം. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ മുതലാളിയോട് വലിയ എതിർപ്പാണെങ്കിലും ഡോക്ടർ അരുൺകുമാർ എന്ന വ്യക്തി അദ്ദേഹം സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു പൊതു മാധ്യമ പ്രവർത്തന രീതിയിൽ നിന്ന് കുറച്ച് വിരുദ്ധമായി അല്ലെങ്കിൽ കുറച്ച് വൈരുദ്ധ്യം സൃഷ്ടിച്ചുകൊണ്ട് ആ പണിയെടുക്കുന്ന ഒരാളാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അർജുൻ എന്ന ഒരു മലയാളി കർണാടകയിൽ മണ്ണിടിച്ചിൽ അകപ്പെടുന്ന സന്ദർഭത്തിൽ ഫീൽഡിൽ പോയി നിന്ന് റിപ്പോർട്ട് ചെയ്യാനും ആ റെസ്പോൺസിബിൾ ജേർണലിസത്തിന്റെ ഭാഗമായിട്ട് അദ്ദേഹം നടത്തിയ ഇടപെടൽ തന്നെയാണ് ആ വിഷയം വലിയ മാധ്യമ അറ്റൻഷൻ കിട്ടുകയും പിന്നീട് കർണാടക സർക്കാർ ആ വിഷയത്തിൽ വലിയ തോതിൽ ഒരു അനക്കം ഉണ്ടാകുകയും ആ രക്ഷാപ്രവർത്തനത്തിൽ ഉദാസീനത വെടിഞ്ഞ് വലിയ ഇടപെടൽ നടത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു തർക്കവുമില്ല, അതിൽ അരുൺകുമാറിന്റെ ഇടപെടൽ നിർണായകമാണ്. അത് ആ കുടുംബത്തിനും കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. പക്ഷേ ആ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടെ മലയാളികളായി ആ രക്ഷാപ്രവർത്തന രംഗത്ത് നിന്ന് രഞ്ജിത്ത് ഇസ്രയേലുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾക്ക് അദ്ദേഹം കൊടുത്ത ഇമ്പോർട്ടൻസ്, കാര്യം ആ ഒരു സന്ദർഭത്തിൽ അർജുന്റെ ജീവന് വേണ്ടി എല്ലാവരും ഒരേപോലെ നിലപാടെടുത്തിരുന്ന സന്ദർഭത്തിൽ ഒരു മലയാളിയായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രയേലിയെ അദ്ദേഹത്തിനെ വിശ്വസിച്ചതാണ്. പിന്നീട് അദ്ദേഹത്തിന്റെ ഇടപെടൽ ചില ഈ രക്ഷാദൗത്യത്തിന് ഒരു ദിശമാറ്റൽ ഉണ്ടാക്കി എന്നുള്ളതാണ് ഇദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനത്തിന് അല്ലെങ്കിൽ ഈ സോഷ്യൽ അറ്റാക്കിങ്ങിന് അവസരം ഉണ്ടായിരിക്കുന്നത്. അത് ഉദ്ദേശിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ രീതിയിൽ അറ്റാക്ക് ചെയ്ത് അദ്ദേഹത്തിന്റെ വിശ്വാസ്യത തകർക്കുക എന്നുള്ളതാണ്. എന്തായാലും അത് അങ്ങ് കൈ വെച്ചിരുന്നാൽ മതി. ആ വീട്ടുകാർക്ക് ഉൾപ്പെടെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അരുൺകുമാർ ചെയ്ത ഇടപെടൽ. കാര്യം നമ്മൾ ഒരു കാര്യം ആലോചിച്ചാൽ മതി, ഏത് മേഖലയിലായിരുന്നാലും പ്രവർത്തിക്കുന്നവർക്ക് മാത്രമേ എന്തുണ്ടാകുള്ളൂ, വിമർശനം ഉണ്ടാകുള്ളൂ. മിണ്ടാതെ കൈയും കെട്ടി ഇഴിക്കുന്ന ആർക്കും വിമർശനം ഉണ്ടാകില്ല. നിങ്ങളൊന്ന് ആലോചിച്ചേ, അരുൺകുമാർ അല്ലാതെ മറ്റെത്ര മാധ്യമ പ്രവർത്തകർ അവിടെ പോയി? ആരുടെ പേര് ചർച്ചയാകുന്നുണ്ട്? ആരുടെയും പേര് ചർച്ചയാകുന്നില്ലെന്നേ. അദ്ദേഹത്തിന്റെ ഇടപെടൽ, ഓരോ കാര്യങ്ങളിലും അദ്ദേഹം ചോദിച്ച ചോദ്യങ്ങൾ, ഉദ്യോഗസ്ഥരോടും എല്ലാം ഈ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് ഒഴിഞ്ഞു മാറുമ്പോൾ അദ്ദേഹം മൈക്ക് വെച്ച് അല്ലെങ്കിൽ മൈക്ക് നീട്ടി ചോദിച്ച ചോദ്യങ്ങൾ പലയിടങ്ങളെയും പൊള്ളിച്ചിട്ടുണ്ട്. ആ പൊള്ളലുകൾ അവിടുത്തെ SP ഉൾപ്പെടെയുള്ളവർ അദ്ദേഹത്തെ ശ്രദ്ധിക്കുകയും ആ ചാനലിനെ ശ്രദ്ധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി. റിപ്പോർട്ടർ ചാനലിന്റെ വ്യൂവർഷിപ്പ് ബാക്കിയുള്ള ചാനലുകളെ അപേക്ഷിച്ച് റോക്കറ്റ് വിട്ടതുപോലെ കയറിപ്പോകുന്ന സാഹചര്യം ഉണ്ടായി. അതിന്റെ ഇടപെടൽ അരുൺകുമാർ തന്നെയായിരുന്നു, ഒരു സംശയവുമില്ല. അതിനോട് ഓടിയെത്താൻ പറ്റാതെ വന്നപ്പോൾ ചിലർ ഈ വ്യക്തിയെ ആക്രമിക്കാൻ വേണ്ടി അവിടെ നടക്കുന്നത് മുഴുവൻ തെറ്റാണ്, ആ രക്ഷാദൗത്യത്തിന് ഇവിടെയുള്ള ചിലർ വഴിതിരിച്ചു എന്ന രീതിയിലൊക്കെ ഈ ഫ്ലോറിൽ ഇരുന്ന് പറയുന്നവരുണ്ട്. കാര്യം നമ്മുടെ നാട്ടിലെ കോർട്ടിട്ട ജഡ്ജിമാർക്ക് ഒരു പൊതു രീതിയുണ്ട്. അതായത് ഫീൽഡിൽ പോയി പണിയെടുക്കുന്ന പരിപാടിയില്ലായിരുന്നു. കാര്യം AC ഇട്ട മുറിയിൽ ഇരുന്നു കൊണ്ട് കുറച്ച് കച്ചേരിക്കാരെ വിളിച്ചിരുത്തി ചർച്ച നടത്തുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ ഈ താളം പിടിക്കുന്ന പരിപാടിയാണ് നടത്തിക്കൊണ്ടിരുന്നത്. അതിന് വിരുദ്ധമായി ഫീൽഡിൽ പോയി നിന്ന് ആ വിഷയത്തിൽ ഇടപെട്ടതിന്റെ അടിസ്ഥാനത്തിലും ഈ പ്രതികൂല കാലാവസ്ഥ ഉണ്ടായ സന്ദർഭത്തിലൊക്കെ അദ്ദേഹത്തിന്റെ ഇടപെടൽ, അതായത് ആ സന്ദർഭത്തിൽ പോലും അവിടെ നിന്ന് മാറി നിൽക്കാതെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ഫീൽഡിൽ നിന്ന് വളരെ ശക്തമായി റിപ്പോർട്ട് ചെയ്യാൻ അദ്ദേഹം തയ്യാറായതോടുകൂടി വലിയ മാധ്യമ അറ്റൻഷൻ ആ വിഷയത്തിൽ വന്നു, അല്ലെങ്കിൽ പബ്ലിക് അറ്റൻഷൻ ആ വിഷയത്തിൽ വന്നു. അതോടുകൂടി കൂടുതൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇടപെടലുകൾ നടത്താൻ സമ്മർദ്ദം ഉണ്ടാകുന്ന സാഹചര്യം ഉണ്ടായി. കാര്യം SP ഉൾപ്പെടെയുള്ളവർ ആ ചാനലിന്റെ പേരെടുത്ത് പറയുകയും ആ റിപ്പോർട്ടറുടെ പേര് പറയുകയും അയാളെ നേരിട്ട് വിളിക്കുന്ന സാഹചര്യം ഉണ്ടായെങ്കിൽ അയാൾ നടത്തിയ ഇടപെടലുകളിൽ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിൽ പോരായ്മ വന്നെങ്കിൽ അത് ഉയർത്തിക്കാട്ടി അയാളെ ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നതിനപ്പുറം അയാൾ നടത്തിയ ഫുൾ ഫ്ലഡ്ജിലുള്ള ഇടപെടൽ എന്താണെന്ന് നോക്കിയാൽ ആ കുടുംബത്തിന് വലിയ തോതിലുള്ള ആശ്വാസം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് വേണ്ടി കാര്യങ്ങൾ ചോദിക്കാനും പറയാനും ഈ നാട്ടിൽ ആളുണ്ട്, മാധ്യമങ്ങളുണ്ടെന്നൊരു തോന്നലുണ്ടാക്കിയത് അരുൺകുമാറിന്റെ ഇടപെടൽ തന്നെയാണ്. ആ അരുൺകുമാറിന്റെ ഇടപെടലിനെ വിമർശിക്കുന്ന സാഹചര്യത്തിൽ അരുൺകുമാറിനെ പിന്തുണച്ചുകൊണ്ട് ഡോക്ടർ പ്രേംകുമാർ ഇപ്പോ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമാണ്, അത് നിങ്ങൾ കേട്ടിരിക്കണം. കാര്യം ഒരു വ്യക്തിയെ ചില പ്രത്യേക താല്പര്യത്തോടു കൂടി അദ്ദേഹം പലപ്പോഴും ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളരെ കൃത്യമായി പോയിന്റുകൾ സഹിതമാണ്, വെറുതെ കാര്യങ്ങൾ പറയുകയല്ല, പോയിന്റുകളും കാര്യകാരണങ്ങളും ഉദാഹരണങ്ങളും നിരത്തി ഈ കെട്ടിപ്പൊക്കിക്കൊണ്ടുവരുന്ന പല നുണപ്രചരണങ്ങളെയും പൊളിച്ചെടുക്കാറുണ്ട്. അതുകൊണ്ട് ഇദ്ദേഹത്തിനോട് വല്ലാത്ത തോതിലുള്ള ഒരു കിറുകിറുപ്പ് സ്വാഭാവികമായിട്ട് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ നിൽക്കുന്നവർക്കും സംഘികർക്ക്, പിന്നെ പണ്ട് അറിയാലോ, നേരത്തെ നമ്മുടെ പഴയിടം മോഹനൻ നമ്പൂതിരിയുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇവരെ വല്ലാതെ പൊള്ളിച്ചിട്ടുണ്ട്. കാര്യം ഈ ജാതിവാലി വെച്ചുകൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന ചില വാചകങ്ങളിൽ, ചില പ്രതികരണങ്ങളിലൊക്കെ പൊളിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പൊള്ളി അടർന്നിരിക്കുന്നവർക്ക് അദ്ദേഹം എന്ത് ചെയ്താലും അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാര്യം നമ്മൾ പറയാറില്ലേ, ഈ ഇഷ്ടമില്ലാത്ത അവരെന്ത് ചെയ്താലും നമുക്ക് എന്ത് ചെയ്യില്ല, അങ്ങോട്ട് ദഹിക്കില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സൈബർ അറ്റാക്കിനെ സംബന്ധിച്ച് ഈ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് കേൾക്കണം, അത് വളരെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമായതുകൊണ്ടാണ് അത് നിങ്ങളെ വായിച്ചു കേൾപ്പിക്കുന്നത്. 3 കാരണങ്ങൾ കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ. ഒരാളിനെ നമ്മൾ വിമർശിക്കുന്നത് ചെയ്യേണ്ടുന്നതിനെതിരായോ ചെയ്യാവുന്നതിനേക്കാൾ മോശമായോ അയാൾ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. അത്തരത്തിലുള്ള പല അവസരങ്ങളിൽ
ഡോക്ടർ അരുൺകുമാറിനെ വിമർശിച്ചിട്ടുണ്ട്. അതിനിയും തുടരും. പങ്കെടുത്ത ചർച്ചകളിലെല്ലാം അരുൺ പറയുന്നതിനെ ഖണ്ഡിക്കുക തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിനിയും തുടരും. വിമർശിക്കപ്പെടേണ്ടതല്ലാത്ത കാര്യത്തിന് ഒരാൾ ആക്രമിക്കപ്പെടുന്നതെങ്കിൽ അയാൾക്കൊപ്പം നിൽക്കേണ്ടതുണ്ട്. മൂത്ത ചാനലുകൾ, സംഘികൾ, കൊങ്ങികൾ ചേർന്ന് അരുൺകുമാറിനെതിരെ ഇപ്പോൾ നടത്തുന്ന സംഘടിത ആക്രമങ്ങളിൽ 3 കാര്യങ്ങൾ കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ. പത്രമായാലും ചാനലായാലും വായനക്കാരെയും വ്യൂവേഴ്സിനെയും ഏറെ കിട്ടാൻ ചാൻസ് ഉള്ള, വിപണന സാധ്യത ഏറെയുള്ള വാർത്താ ഐറ്റമാണ് എല്ലാ കാലവും ദുരന്തങ്ങൾ. മനോരമയും മാതൃഭൂമിയും ഏഷ്യാനെറ്റും എല്ലാ കാലത്തും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ആ ഒരു അർത്ഥത്തിൽ റിപ്പോർട്ടറും അരുണും ചെയ്തത്. ഷിരൂർ കവറേജിൽ ചാനൽ മുത്തശ്ശിമാർക്ക് സ്വപ്നം കാണാൻ പറ്റാത്തത്രയും ഉയർന്ന വ്യൂവർഷിപ്പായിരുന്നു അയാൾ. അതിനെ പ്രൊഫഷണലായി കണ്ട് മത്സരിക്കുന്നതിന് പകരം കുന്നായ്മ പറഞ്ഞ് പോലീസിനെ കൊണ്ട് അയാൾക്കിട്ട് പണിയാൻ നോക്കുകയാണിവർ. ഇത് അക്രമമാണ്, വൃത്തികേടാണ്. ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ. പരിവാറിനൊപ്പം എന്നത് സത്യസന്ധമായി പറയുന്ന സുജയ്ക്ക് കൊടുക്കുന്ന സ്പേസോ ഇടത് സർക്കാരിനെതിരെ കൊടുത്തു പൊളിഞ്ഞു പോയിട്ടുള്ള SIT വാർത്തകളോ മറന്നുകൊണ്ടല്ല പറയുന്നത്. കേരളത്തിനെതിരെയുള്ള സംഘി പ്രൊപ്പഗാൻഡയെ വസ്തുതകളും കണക്കുകളും നിരത്തി എക്സ്പോസ് ചെയ്യുന്നതിൽ എന്നും മുന്നിൽ നിന്നിട്ടുള്ള അവതാരകനാണ് ഡോക്ടർ അരുൺകുമാർ. ഈ പക തീർക്കാനാണ് ഫാക്ടിന് മുന്നിൽ പൊളിഞ്ഞു വീഴുന്ന സംഘികൾ ഇപ്പോൾ അരുണിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ. കേരളം ഇന്നേ വരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ മണ്ണിടിച്ചിലാണ് ഷിരൂരിൽ ഉണ്ടായതെന്നും മരിച്ചവരിൽ മഹാഭൂരിപക്ഷവും കന്നഡിയർ ആണെന്നതും സത്യം. അതുപോലെ തന്നെ ഒരു സത്യമാണ് ആദ്യ ദിവസങ്ങളിൽ കർണാടക സർക്കാരിൽ നിന്നുണ്ടായ അലംഭാവം. ഇത് മാറ്റിയതിൽ മലയാള മാധ്യമങ്ങൾക്കുള്ള പങ്ക് ചെറുതല്ല. അതിൽ അരുണിനുള്ള പങ്ക് വളരെ വലുത് തന്നെയാണ്. ഇടതടവില്ലാതെ പെരുമഴയത്ത് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്താൽ രഞ്ജിത്തും മനാഫും പറയുന്നത് സത്യമാവുമെന്നതും അത് സത്യമായാൽ അർജുൻ ബാക്കിയുണ്ടാവുമെന്നും ജീവനുള്ള അർജുനെ അവന്റെ അമ്മയ്ക്ക് മുന്നിൽ എത്തിക്കാമെന്നുമുള്ള വല്ലാത്തൊരാശ അയാളിൽ കാണാമായിരുന്നു. തോറ്റുപോയല്ലോ ഞങ്ങൾ എന്ന് തിങ്കളാഴ്ച വൈകിട്ട് FBയിൽ എഴുതുന്ന അരുണിൽ ഇതിനപ്പുറമുള്ള നിരാശയും കാണാമായിരുന്നു. നെഞ്ചു നോവുന്നൊരു മനുഷ്യനെ കാണാമായിരുന്നു അന്നേരങ്ങളിൽ അരുൺകുമാറിൽ. വിഴിഞ്ഞം സത്യമാക്കിയ കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ നല്ലത് പറഞ്ഞതിന് സീപോർട്ട് MD ആയ ദിവ്യ S അയ്യരെ പുളിച്ച തെറി പറഞ്ഞ, ഉമ്മൻചാണ്ടിയുടെ അസുഖകാലത്ത് സ്നേഹസഹമായ പിണറായി വിജയനെ പറ്റി അമ്മ പറഞ്ഞ നല്ല കാര്യങ്ങൾ പൊതുവേദിയിൽ പറഞ്ഞതിന് ചാണ്ടി ഉമ്മനെ തെറി പറയുന്ന കോൺഗ്രസുകാരാണ് ഇപ്പോൾ അരുണിനെ ആക്രമിക്കുന്നത്. മാധ്യമ നൈതികതയിൽ വെള്ളം ചേർത്തു എന്നതുകൊണ്ടല്ല, വെള്ളത്തിൽ വീണുപോയ ജീവനുകളെ വീണ്ടെടുക്കുന്നതിൽ കോൺഗ്രസ് സർക്കാരിനുണ്ടായ പാളിച്ചകൾ ആളുകളിൽ എത്തിച്ചു എന്നതിനാലാണ് കൊങ്ങികൾ അരുണിനെതിരെ തിരിഞ്ഞിരിക്കുന്നത്. ഈ കാരണം കൊണ്ട് ഇപ്പോൾ അരുണിനൊപ്പമാണ് ഞാൻ. പ്രേംകുമാർ എന്ന് അരുൺകുമാറിന്റെ ഒരു ഫോട്ടോയും കൂടി പങ്കുവെച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ച ഈ പോസ്റ്റിനപ്പുറം മറ്റൊന്നും പറയേണ്ടതില്ല. വളരെ കൃത്യമായിട്ട് അദ്ദേഹം വാക്കുകളിലൂടെ അരുൺകുമാറിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായി തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. അതായിരുന്നു അരുൺകുമാർ. ആ ദുരന്തമുഖത്ത് അർജുൻ എന്ന ചെറുപ്പക്കാരന്റെ ജീവൻ രക്ഷിച്ച അമ്മയുടെ മുന്നിൽ എത്തിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ഒരു മാധ്യമ പ്രവർത്തനം എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന്റെ റെസ്പോൺസിബിലിറ്റി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചുമതല തിരിച്ചറിഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ ഇടപെടലുകളിൽ ഒരു ചെറിയ പാളിച്ച ഉണ്ടെങ്കിൽ അതിനെ ഉയർത്തിക്കാട്ടി ആക്ഷേപിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം തിരിച്ചറിയുക, അദ്ദേഹം ചെയ്ത പ്രവർത്തനം, എഫേർട്ട്, അത് അംഗീകരിച്ചേ മതിയാവുള്ളൂ. നിങ്ങൾ എത്ര ഓരിയിട്ടാലും ഈ സമൂഹം അത് കണ്ടതാണ്. അദ്ദേഹം നടത്തിയ പ്രയത്നം, അദ്ദേഹം നടത്തിയ ഇടപെടൽ, അദ്ദേഹം അവിടെ ഫീൽഡിൽ നിന്ന് നടത്തിയ ആ കഠിനമായ പ്രയത്നം, അതിന് വളരെയധികം ഫലം കണ്ടു എന്നുള്ളതാണ് ഇന്ന് അവിടെ നടക്കുന്ന രക്ഷാപ്രവർത്തനമെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് അരുൺകുമാറിനെ അങ്ങ് ആക്രമിച്ചില്ലാതാക്കി കളയാമെന്നത് വ്യാമോഹം മാത്രമാണെന്നാണ് അതിന് തുനിയുന്നവരോട് പറയാനുള്ളത്.